ശാന്തസുന്ദരമായ അവസ്ഥയിൽ ജീവിച്ചുപോയ ഒരു ഗ്രാമം. ആ ഗ്രാമത്തെ അല്ലാഹു തആല ലോക ജനതക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആ ഗ്രാമത്തിന്റെ പ്രത്യേകത? ആ ഗ്രാമത്തിലേക്ക് അവരുടെ ഉപജീവന മാർഗം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ഗ്രാമത്തിലേക്ക് ഉപജീവന മാർഗം ഒഴുകിക്കൊണ്ടിരുന്നു. ഉപജീവനത്തിന്റെ മാർഗം അല്ലെങ്കിൽ ഉപജീവനത്തിന്റെ വഴികൾ ആ ഗ്രാമത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ആ ഗ്രാമവാസികൾക്ക് ആവശ്യമായ സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ സംവിധാനം ആ ഗ്രാമത്തിലേക്ക് ഒഴുകി വന്നു. എവിടെന്നാ ഒഴുകി വന്നത്? മിൻകുല്ലി മക്കാൻ, ലോകത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആ ഗ്രാമത്തിലേക്ക് അവർക്ക് ആവശ്യമായ സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ സംവിധാനങ്ങൾ ഒഴുകി വന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തെ അല്ലാഹു തആല ലോക ജനതക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുന്നത്, അള്ളാഹുവിന്റെ ഹബീബിന് ഉദാഹരണമായി പറഞ്ഞു കൊടുത്ത്, ലോക ജനതക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുത്ത് അല്ലാഹു തആല ചിന്തിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അലം തറ കൈഫ ദറബല്ലാഹു മതലൻ ഖറിയ കാനത് ആമിനതൻ മുത്മഇന്ന. ഒരു ഗ്രാമവാസികൾ സംതൃപ്ത ജീവിതം നയിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവണം, വേണ്ടേ? മുതുവടത്തൂർ പ്രദേശത്തുകാരൊക്കെ സംതൃപ്ത ജീവിതം നയിക്കുന്നവരാണോ? എന്തെങ്കിലും ഉണ്ടാത് ആണോ? ആണോ അല്ലേ? ആണ്. ഒരാൾക്ക് ജീവിതത്തിൽ സംതൃപ്തി കിട്ടണമെങ്കിൽ കുറേ ഘടകമുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം എന്താ? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ലാതിരിക്കണം. ഒന്നാമത്തെ വയറ് സ്വസ്ഥായതുകൊണ്ടാണ്. വയറ് അസ്വസ്ഥമായാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. സ്വസ്ഥതയുടെ ഒന്നാമത്തെ മാനദണ്ഡം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിർഭയത ഉണ്ടാവുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ആ കാര്യത്തിൽ നമ്മളെല്ലാം ഒരു ഗ്രാമത്തെ അല്ലാഹു തആല 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായി നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പടച്ച റബ്ബ് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്തായിരുന്നുവെന്നറിയുമോ? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സുഭിക്ഷത കൈവരിച്ചിരുന്ന ഗ്രാമമായിരുന്നു അത്. നന്നായി ശ്രദ്ധിക്കണേ. കുറേ നേരം നമ്മൾ പറയില്ല, വളരെ അപകടകരമായ ചില സൂചനകൾ ഖുർആൻ നൽകുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ്. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അപകടകരമായ ചില സൂചനകൾ അല്ലാഹു തആല നൽകുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അല്ലാഹു തആല 14 നൂറ്റാണ്ട് മുമ്പ് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്ത ഗ്രാമമാണ്. ഉദാഹരിച്ചു പറഞ്ഞു കൊടുക്കാൻ. എന്തിനാ ഈ ഉദാഹരണം പറഞ്ഞെന്നറിയോ? ഒരു സംഗതി മനസ്സിലാക്കി തരാൻ 1-2 ഉദാഹരണം പറഞ്ഞാൽ മതി, ബാക്കി നമ്മൾ മനസ്സിലാക്കണം. സ്കൂളിലെ അധ്യാപകർ കണക്ക് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല പഠിപ്പിക്കാം. 2 ഗുണിക്കണം 2 സമം 4. ഞങ്ങളെ കണക്ക് പഠിപ്പിച്ച മാഷ് എന്ന് പറഞ്ഞത് 2 ഗുണിക്കണം 2 എന്ന് പറഞ്ഞാൽ 2നെ 2 തവണ കൂട്ടണം എന്നാണ്. 2നെ 2 തവണ കൂട്ടണം. 2 × 2 2 2. ഈ 2 2നെ കൂട്ടിയാൽ 4. അതാണ് ഗുണിക്കണത്. 2 × 2 2 ഗുണിക്കണം 2 4. 2 ഗുണിക്കണം 3 6. 2നെ 3 തവണ കൂട്ടണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. പാറോ ഇത് 2 തവണ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്താൽ പിന്നെ സാറ് കുട്ടികളോട് പറഞ്ഞാൽ മതി 5 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ കുട്ടികൾ പറയും 20. 5നെ 4 തവണ കൂട്ടണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കുട്ടികൾക്ക് മനസ്സിലാവും. അതേപോലെ അല്ലാഹു തആല ഒരു ഗ്രാമത്തെ ഉദാഹരണമായി പറയുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഗ്രാമത്തിന്റെ സ്വഭാവം ഏതു ഗ്രാമത്തിന് വന്നു ചേരുന്നോ, ഈ ഗ്രാമവാസികൾക്ക് വന്ന പോലെയുള്ള അപകടം അവർക്കും വരുമെന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഒന്ന്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആ ഗ്രാമവാസികൾ സുഭിക്ഷരായിരുന്നു. രണ്ടാമതൊരു മനുഷ്യന് സമാധാനം കിട്ടാനുള്ള വഴി എന്താ? രണ്ടാമത്തെ കാര്യം എന്താ? ധരിക്കുന്ന കാര്യത്തിൽ ടെൻഷൻ ഇല്ലാതിരിക്കാന്നാണ്. ടെൻഷൻ ഉണ്ടോ?
5 കൂട്ടൊന്നും ഇല്ലാത്തോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. നിങ്ങളെ നാട്ടിൽ നിന്നല്ല, നമ്മളെ നാട്ടിൽ എല്ലാ ഗ്രാമത്തിലുള്ള സ്ഥിതി അതാണ്. കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. 5 ജോഡി ഡ്രസ്സെങ്കിലും ഇല്ലാത്തവർ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. 10ഉം 15ഉം ഒക്കെയാണ്. അപ്പോൾ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല, സുഭിക്ഷരാണ് നമ്മൾ. 3 പാർപ്പിടത്തിൻ്റെ കാര്യത്തിൽ അൽഹംദുലില്ലാ ഒരു 80-90% ആളുകളും പാർപ്പിട സൗകര്യമുള്ള ആളുകളാണ്. പിന്നെയോ കാനത്ത് ആമിന, അല്ലാഹു തആല ഈ ഉദാഹരണമായി പറഞ്ഞ ഗ്രാമം കാനത്ത് മക്ക, അത് മക്കയായിരുന്നു. പരിശുദ്ധമായ മക്കയെക്കുറിച്ചാണ് അല്ലാഹു തആല ഈ പറഞ്ഞത്. മക്കയെക്കുറിച്ച് അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു പ്രത്യേകത ആമിന, പരിശുദ്ധമായ മക്ക നിർഭയ ഗ്രാമമായിരുന്നു, പ്രദേശമായിരുന്നു. എന്താ കാരണം? മക്കത്ത് യുദ്ധം പാടില്ല, കൊല്ലാൻ പാടില്ല, ഒരു വൃക്ഷത്തിൻ്റെ ഇല പോലും പറിക്കാൻ പാടില്ല. അകാരണമായി അപ്പം മക്ക അത്രയും സുരക്ഷിതമായ മണ്ണഭൂമിയിൽ, മക്കയെപ്പോലെ സുരക്ഷിതമായൊരു മണ്ണ് ഭൂമിയിൽ വേറെയില്ല. കാനത്ത് ആമിന, അത്രമാത്രം നിർഭയമായിരുന്നു ആ പ്രദേശമെന്ന് ഖുർആൻ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്രായേൽ ഇപ്പൊ ഭയങ്കര ഭയത്തിനാണ്. ഏത് സമയത്താണ് ഇറാൻ ഹനിയയെ കൊന്നതിന് പകരം തിരിച്ചടിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. ഓൽക്ക് തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, താമസിക്കാൻ സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ സമാധാനമില്ല. നിർഭയത്വം വലിയൊരു വിഷയമാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ വളരെ നിർഭയരല്ലേ? പരിശുദ്ധ മക്കയെ പോലെ നിർഭയത്വമില്ലെങ്കിലും നിർഭയരാണല്ലോ. ചെറിയൊരു ഭയമൊക്കെ നമുക്കുണ്ടായിരുന്നു. അല്ലാഹു തആല ഈ ഇലക്ഷനോട് കൂടെ വലിയ ഭയം അല്ലാഹു തആല നീക്കി തന്നു. കാനത്ത് ആമിനതൻ മുത്മഇന്ന, ഹബീബായ റസൂലുള്ളാഹിക്ക് അല്ലാഹു തആല മക്കയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളൊക്കെ മക്കക്കാർക്ക് ചെയ്തു കൊടുത്തു. യതിഹാ റിസ്ഖുഹാ റഗദാ മിൻ കുല്ലി മകാൻ, അല്ലാഹു തആല പറയാണ്, ആ ഗ്രാമവാസികൾക്ക് ആവശ്യമായ ഭക്ഷണം ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ആ പ്രദേശത്തേക്ക് ഒഴുകിയെത്തി. ലോകത്തെ എല്ലാ രാജ്യത്തെയും ഭക്ഷണം കിട്ടുന്ന ഒരു നാട് മക്കയാണ്. എല്ലാ രാജ്യത്തെ ഭക്ഷണവും മക്കത്ത് കിട്ടും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണത്. വർസുഖ് അഹ്ലഹു മിനത്ത് തമറാത്ത്, അല്ലാഹുവേ പരിശുദ്ധമായ മക്കയിൽ താമസിക്കുന്നവർക്ക് ലോകത്തിന്റെ വിവിധ വികടങ്ങളിലുള്ള പഴങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണമല്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. മക്ക എന്ന് പറഞ്ഞാൽ പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂമിയാണ്. നിങ്ങൾക്കറിയാലോ, പോയ ആളുകൾ, മഹാഭൂരിപക്ഷ ആളുകളും പോയിട്ടുണ്ടാവും. മക്കത്ത് പോയാലൊക്കെ എന്താ കൈപൊക്കെ? ഉംറക്കൊന്നും പോയില്ലേ? കൈപൊക്കെയാണെന്ന് ആള് കുറഞ്ഞിട്ടുണ്ടോ? സംശയമില്ല. പോവാത്തോലെ ആരാന്ന് ചോദിക്കണം അല്ലേ? അങ്ങനെ ചോദിക്കണ്ടേ? എല്ലാവരും പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണ ഭൂമിയാണ്, ഭൂപ്രദേശമാണ്. ഒരു ചെടി പോലും ആ പാറക്കെട്ടുകൾക്കിടയിൽ മുളക്കുകയില്ല. ആ പ്രദേശത്ത് ലോകത്തെ എല്ലാ സ്ഥലത്തുമുള്ള ഭക്ഷണം അവിടെ ലഭിക്കുന്നുണ്ട്. എല്ലാം കിട്ടും. മുതുവടത്തൂരെല്ലാം കിട്ടുമെന്ന് വെച്ചാൽ എല്ലാം കിട്ടൂല. ചിലപ്പോൾ അറേബ്യൻ ഫുഡൊക്കെ കിട്ടിയെന്ന് വരും. കാരണം നമ്മൾ അറേബ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് അറബിയൊക്കെ ഫുഡ് ഉണ്ടാക്കി പഠിപ്പിച്ചു പോലെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് നമ്മൾ ഇതിനെ പഠിച്ചപ്പോൾ നമ്മളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് പ്രയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ട് ചിലപ്പോൾ അറേബ്യൻ കൺട്രീസിലെ ഫുഡൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരും. ചിലപ്പോൾ ഒരു ചൈനീസൊക്കെ കിട്ടിയെന്ന് വരും. അങ്ങനെയൊക്കെ കിട്ടിയെന്ന് വരും. എന്നാൽ ഒരു ഉസ്ബെക്കിസ്ഥാനിയൻ ഫുഡ് നമുക്ക് ഇവിടെ കിട്ടണമെന്ന് എഴുതിയാൽ കിട്ടൂല. പരിശുദ്ധ മക്കയിൽ ലോകത്തെ എല്ലാ രാജ്യത്തെ ഭക്ഷണവും ലഭിക്കുന്ന സ്ഥലമാണ് പരിശുദ്ധമായ മക്ക. അത് ഇന്ന് നല്ല പണ്ടും അങ്ങനെയാണ്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ മക്കയിൽ വരും. അല്ലാഹു തആല ഇത്രയും സുഭിക്ഷത നൽകിയ ഒരു ഗ്രാമം അല്ലാഹു തആല പറയാണ്, ഫകഫറത് ബിഅൻഉമില്ലാഹ്, അല്ലാഹു തആല അനുഗ്രഹങ്ങളൊക്കെയും ചെയ്തു കൊടുത്തതിന് ശേഷവും അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചില്ല, നന്ദി കേട് കാണിച്ചു. ഫകഫറത് ബിഅൻഉമില്ലാഹ് ഫഅദാഖഹല്ലാഹു ലിബാസൽ ഖൗഫി വൽ ജൂഅ് ബിമാ കാനൂ യസ്നഊൻ. പ്രിയമുള്ളവരെ, നമുക്കുള്ള മുന്നറിയിപ്പാണത്. ഫഅദാഖഹല്ലാഹ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കേട് കാണിച്ചപ്പോൾ ഫഅദാഖഹല്ലാഹ് ആ ഗ്രാമവാസികൾക്ക് അല്ലാഹു തആല രുചിപ്പിച്ചു. അദാഖ അദാഖ ദാഖ അദാഖ ഫഅദാഖഹല്ലാഹ് അല്ലാഹു തആല ഗ്രാമവാസികളെ രുചിപ്പിച്ചു. ലിബാസൽ ജൂഇ വൽ ഖൗഫ് ഭയത്തിന്റെയും അതേപോലെ വിശപ്പിന്റെയും രുചി അല്ലാഹു തആല അവരെ അനുഭവിപ്പിച്ചു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ഖൗഫി വൽ ജൂഇ ബിമാ കാനൂ യസ്നഊൻ ആ ഗ്രാമവാസികളെ ഭയപ്പെടുത്തിയും പട്ടിണിക്കിട്ടും അല്ലാഹു തആല അവരെ പരീക്ഷിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു മക്കൾക്ക് നൽകിയ ഒരു പരീക്ഷണത്തെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇത് ലോക ജനതക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്ന ഉദാഹരണമാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.